Now these criminals are targeting my left leg actually, okay, and my face was proper, and I uploaded video today morning and started and some doctors applied here laser, so the fat here burned and the here fat, okay. This is how every day this is happening, and every day these things are doing by these criminals actually every day without any file, and even these criminals are spraying poisonous gas upon me, even into my eyes. And here we are having that bulge actually, eyes here under eyelid here actually, and that portion also these criminals will be doing something to applying laser the whole this part to applying laser so that the fatness will burn, and that different look will come to my eyes. All these things are happening here also. They will apply whole face. These criminals will be applying laser, and nowadays poisonous gas. When I will be just when I lie down to sleep, that time these criminals will start spraying poisonous gas like anything, and we will feel breathing difficulty due to the poisonous gas. And actually, how these criminals are creating breathing difficulty, do you know? നമ്മളുടെ ഇന്റേണൽ പാർട്ടിൽ ഇഷ്ടംപോലെ വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. അത് ആരോട് ചോദിച്ചാലും ഇതാക്കും. നമ്മുടെ ഫുൾ ഇന്റേണൽ സ്പേസ് ഒന്നും ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയല്ല. ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്താൽ മനസ്സിലായില്ലേ? നമ്മുടെ ഇന്റേണൽ സ്പേസ് എല്ലാം ഗ്യാസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് ടൈറ്റ് ആക്കും, ഭയങ്കര ടൈറ്റ് ആക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ടയർ ഫുൾ ഫില്ല് ചെയ്താൽ എങ്ങനെയായിരിക്കും, ഭയങ്കര പിന്നെ സ്ഥലം പോലും മനസ്സിലാക്കും. പിന്നെ ജസ്റ്റ് കൺട്രാക്ട് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു അതിന്റെ എബിലിറ്റി പോകും, മനസ്സിലായില്ലേ? പിന്നെ കൺട്രാക്ട് ചെയ്തില്ലല്ലോ, ഫുൾ തിക്ലി പാക്ഡ് ആണ് എയർ ആയിട്ട്. അതുപോലെയാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മുടെ ഇന്റേണൽ സ്പേസ് ഫുൾ ഗ്യാസ് അടിക്കും, എസ്പെഷ്യലി ദിസ് പോർഷൻ ആവുകയായിരിക്കും. ദിസ് പോർഷനിലോട്ട് ഗ്യാസ് അടിച്ച് നിറച്ചിട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. ഈ പോയിസണസ് ഗ്യാസും കൂടെ അടിക്കാൻ തുടങ്ങും. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. അത് തന്നെയല്ല, നമുക്ക് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതെയായാൽ ഭയങ്കര പ്രശ്നമാണ്. യു ഓൾ നോ വി നീഡ് ഓക്സിജൻ. നമുക്ക് ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര സെൽസിന് കുഴപ്പമാണ്, ബ്രെയിൻ സെൽസിന് കുഴപ്പമാണ്, ഹാർട്ട് സെൽസ് എല്ലാ സെൽസിനും കുഴപ്പമാണ്. അപ്പൊ ഇവന്മാർ ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ നൗ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ലേസർ ഓൺ മൈ ലെഫ്റ്റ് ലെഗ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് ഈ ചെരുപ്പിട്ട ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാനൊരു ദിവസം എറണാകുളത്ത് പോയി തിരിച്ചു വന്ന് അന്നേരം മുതലാണ് ഈ ചെരുപ്പ്, ഈ കാല് ഈ ചെരുപ്പ് ഇടുമ്പോൾ ഈ കുഴപ്പം വന്നത്. എന്തോ അന്ന് ഇവിടെ ഒരു ഭദ്രൻ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്, അവൻ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ അമ്മയായിരുന്നു കൂടെ ഇവിടെ ഉള്ളത്. അന്നേരം ഇവൻ വന്ന് ഒരു വണ്ടി ഇടാനാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വന്ന് നമ്മളില്ലാത്ത സമയം നോക്കി ഇവൻ വന്ന് കയറി എന്തോ ഇവൻ ഇവിടെ പറ്റിച്ചു വെച്ചു, എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവനാണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ അവന്മാര്. അവൻ ഭയങ്കര ഇതാണ്. പണ്ടേ ഇവൻ, എനിക്കറിയാം, ഇവൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരികയാണെന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അതിനെയൊന്നും നമ്മളിവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്റെ അമ്മയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ടോട്ടൽ ഇതുപോലെ എന്റെ 8500 രൂപയാണ് അവൻ പറ്റിച്ചത് പണ്ട്. അതിന് മുന്നേ പറ്റിച്ചിട്ടുണ്ട്. 8500 രൂപ നമ്മളോട് പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളെ ചീത്ത അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി വെച്ചാൽ എന്റെ പൈസ അന്വേഷിച്ചിട്ട് നമ്മളെ ചീത്ത വിളിച്ചപ്പം ഇങ്ങനെ ഒന്നും ഓരോ എണ്ണത്തിനെയും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ വീട്ടില് ഒരാളിനെയും കേൾക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇവന്മാര് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നത്. ഇതെല്ലാം ഫേക്ക് ആയിട്ടുള്ള അസുഖങ്ങളാണ്, മനസ്സിലായില്ലേ? ഇവന്മാര് നമ്മളുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, നമ്മുടെ മുടി കൊഴിക്കുക. ഇപ്പൊ ഇഷ്ടം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ എറണാകുളത്തോട്ട് നോക്കിയാൽ മുക്കിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ എന്താണ് പണ്ടും ഇതുപോലെ തന്നെയല്ലേ? അതുപോലെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓയിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല. ഓരോ സാധനങ്ങളും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമില്ല, മനസ്സിലായില്ലേ? അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കുട്ടി ജനിക്കുമ്പോ കുട്ടിയുടെ തലയിൽ മുടി ഉണ്ടാകുന്ന നമ്മൾ എണ്ണ വരട്ടി നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തലയിൽ എണ്ണ വരട്ടി പിടിപ്പിച്ചിട്ടുണ്ടോന്നും അല്ല മുടി ഉണ്ടായത്, മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾക്കറിയാം, പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് പലയിടത്തും ഉണ്ടാവും. അതൊക്കെ എണ്ണ തേച്ച് വളർത്തുന്നതാണ്, അതൊന്നുമല്ല. അപ്പൊ ഈ മുടി കിളിക്കുന്നൊന്നും എണ്ണ തേച്ചിട്ടും ഇന്ന എണ്ണ തേച്ചിട്ടും ഒന്നുമല്ല. മുടിയൊക്കെ കിളിക്കുന്നത് നാച്ചുറൽ ആണ്. ഇവര്
ഇതൊക്കെ ഈ എണ്ണ വിൽക്കാന് അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ഇതെല്ലാം ഇതാക്കി കാശ് ഇതാക്കാനായിട്ടാണ് ഇപ്പൊ ഈ എണ്ണയുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര കള്ളത്തരങ്ങൾ ഇതാക്കുന്നത്. നമ്മുടെ സ്കിന്ന് ഈ ജനിക്കുമ്പോൾ മുതലുള്ള സ്കിൻ അല്ല, ഇത് റിജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്കിൻ ഡെഡ് ആയിട്ട് മാറി മാറി പുതിയ പുതിയ നല്ല സ്കിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു പഴയ സ്കിന്നൊന്നും അല്ല നമ്മുടെ ദേഹത്തുള്ള, നമ്മൾ ജനിക്കുമ്പോഴുള്ള സ്കിന്നൊന്നും അല്ല, അത് ഷെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഷെഡാവും ഇത്ര 28 അങ്ങനെ എന്തോ ഒരു ഡേയ്സ് ഉണ്ടെന്നായിരുന്നു. അത് ഷെഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം ഈ എന്താ പറയുന്നത് ഇങ്ങനെ അതുപോലെ റിങ്കിൾസ് ഒക്കെ നമ്മുടെ റിങ്കിൾസ് ഒക്കെ വരണമെങ്കിൽ ഇത് നമ്മുടെ ഫാറ്റ് പോകുമ്പോഴാണ് റിങ്കിൾസ് വരുന്നത്. നമ്മുടെ മുഖത്തും ഒക്കെ ടാഗ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മുഖത്തിന്റെ ഫാറ്റ് കുറയും. അതാണ് ഇവന്മാര് ഈ നമ്മുടെ ഫേസിലോട്ട് ഈ ലേസർ അടിക്കുന്നത് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഫാറ്റ് ഈ ഭാഗങ്ങളിലേക്ക് ഫാറ്റ് കുറയ്ക്കുക, എന്നിട്ട് ഇവിടുത്തെ ഫാറ്റ് ഒക്കെ കുറയ്ക്കുമ്പം ഈ ഫേസ് ടാഗ് ചെയ്യും. അല്ലാതെ ഫേസ് ഒന്നും ടാഗ് ചെയ്തിട്ടില്ല. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും, എത്രയോ മനുഷ്യരെ വയസ്സായി കഴിയുമ്പോഴും നല്ല പെർഫെക്റ്റ് ഫേസിൽ, എന്റേതും അങ്ങനെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവന്മാർ ഇങ്ങനെ അടിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഫോട്ടോസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് 2025-ലും 2024-ലും 2026-ലും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവന്മാര് ഇത് അടിക്കാത്തപ്പോഴുള്ള നമ്മുടെ ഫേസിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇവന്മാർ ഇത് അടിക്കുമ്പോഴാണ് നമ്മുടെ ഫേസ് ടാഗ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങളുണ്ട്, ഫുൾ കാര്യങ്ങൾ. നമ്മളെ ഒത്തിരി ദ്രോഹിക്കുമായിരുന്നു. നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് വേറെ എവിടെയൊക്കെയാണെന്ന് പറയുക. ഇതിപ്പോ നമ്മുടെ ഓൺ ഹൗസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇത് നമ്മുടെ സ്വന്തമാണ്. മറ്റേ ഡൽഹിയിലൊക്കെ നിൽക്കുക നമ്മൾ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് നമുക്ക് ഓൺലൈൻ വഴി പേ ചെയ്യാൻ പറ്റുന്ന ഒരു ശുഭ്രാം കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഇടം ഉണ്ടായിരുന്നു. മറ്റേടത്ത് മുക്കുമായിരുന്നു കൊടുക്കുന്നത്, എന്റെ പാർട്ട്ണർ മുക്കുമായിരുന്നു. അപ്പൊ അന്നേരം നമുക്കൊന്നും മനസ്സിലായില്ല. ആദ്യം മുക്കും കൊടുക്കുക. അപ്പൊ ഞാനല്ല മുക്കിന്റെ കൂടെ താമസിക്കുന്നത്, പക്ഷെ എന്റെ കയ്യിൽ ഓൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ആരുടെ കൂടെയാണ് ജീവിച്ചതെന്നും ഞാൻ ആരുടെ കൂടെയാണ് നിന്നതെന്നും എന്നൊക്കെ എല്ലാത്തിനും തെളിവ് എന്റെ കയ്യിൽ യൂട്യൂബും ഫേസ്ബുക്കിലും 2 ഫേസ്ബുക്ക് കണക്റ്റഡ് ആണ്. എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫേസ്ബുക്ക് അറിയാലോ, നമ്മൾ പഴയ ഫേസ്ബുക്ക് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം ആർക്ക് നമ്മുടെ സൈബർ സെല്ല് അല്ലെങ്കിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് ഇതാക്കാൻ പറ്റും. നമ്മളെ പല രീതിയിൽ പൈസ പറ്റിച്ചത്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ഒരു വണ്ണം, നാളെ ഒരു വണ്ണം, ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ കഴിക്കുന്നേ ഇല്ല, ഫുഡ് കഴിക്കുന്നേ ഇല്ല. പക്ഷെ സ്റ്റിൽ നമ്മളെ എങ്ങനെയാണ് വീർപ്പിക്കുന്നത്. അതിപ്പം ഈ നമ്മുടെ ബാക്കിലോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്ക്, ബട്ടക്സിലെ എന്താണ് കൊഴുപ്പ് കളയുക, നമ്മുടെ ബട്ടക്സിന്റെ ഷേപ്പ് മാറ്റുക, നമ്മുടെ ബ്രസ്റ്റിന്റെ ഷേപ്പ് മാറ്റുക,